കർണാടകയിലെ ബെൽഗാവിയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ബെൽഗാവി അങ്കണവാടിയിലെ കുട്ടികൾ വീട്ടുമുറ്റത്തെ തോട്ടത്തിലെ പൂ പറിച്ചതിൽ കോപാകുലനായ വീട്ടുടമസ്ഥൻ അങ്കണവാടി ജീവനക്കാരിയുടെ മൂക്കരിഞ്ഞതായി പരാതി. അങ്കണവാടിയിലെ അസിസ്റ്റന്റായ സുഗന്ധാമോർ എന്ന ജീവനക്കാരിയുടെ മൂക്കിനാണ് പരിക്കേറ്റത്. അങ്കണവാടിയോട് ചേർന്ന് താമസിക്കുന്ന കല്യാൺ മോർ എന്ന 50 വയസ്സുകാരനാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഇവരെ ആക്രമിച്ചത്. രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന ജീവനക്കാരി ചികിത്സയിലാണ്. സുഗന്ധയുടെ തലയിൽ വെട്ടാനായിരുന്നു പ്രതി ശ്രമിച്ചതെന്നും താൻ തടഞ്ഞതുകൊണ്ടാണ് മൂക്കിൽ വെട്ടേറ്റതെന്നും അങ്കണവാടി അധ്യാപിക മീരാമോർ പറയുന്നത്. സുഗന്ധയ്ക്ക് പരിക്കേറ്റതിന് പിന്നാലെ വലിയ കല്ലെടുത്ത് പ്രതിയെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രതി ഓടി രക്ഷപ്പെട്ടതെന്നും മീര. കുട്ടികൾ ഇവരുടെ തോട്ടത്തിലെ പൂ പറിച്ചെന്നാരോപിച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ജീവനക്കാരിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഇരുവരും ബന്ധുക്കളാണെന്നും കുടുംബപരമായ ചില വഴക്കുകൾ നിലനിന്നിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കാക്കത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. തിങ്കളാഴ്ച കർണാടക ബെലഗാവി ജില്ലയിലാണ് സംഭവം. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.